ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. മുത്താറിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിലാണ് മുത്താറിപ്പൊടി എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ 1.5 ഗ്ലാസ് മുത്താറിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചതല്ല, പുറത്തുനിന്ന് പൊടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് മുത്താറിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ മുത്താറിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പൊടിയുപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റാണ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് രാവിലത്തേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മിക്സ് തയ്യാറാക്കി വെക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഉഴുന്നുപരിപ്പ് കൂടെ നന്നായിട്ട് തന്നെ കുതിർക്കാൻ കൂടെ വെക്കുന്നുണ്ട്. നമ്മുടെ മുത്താറിപ്പൊടി ഇതേ സമയം കുതിരുമ്പം തന്നെ ഇവിടെ ഉഴുന്നും കൂടെ ഒരു 3 മണിക്കൂർ മുന്നേ, നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ തന്നെ അരഭാഗത്തോളം ചോറ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറോളം കുതിരുന്നതാണ് നല്ലത്. ഇതിന് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്നൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. മുത്താറിപ്പൊടി നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇവിടെ പൊടിച്ച പൊടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും മുത്താറി തന്നെയാണെങ്കിൽ ഇതിനെ കൂടെ തന്നെ പുതിർത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പൊടി എടുത്തത് കൊണ്ട് തന്നെ ഇതിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മുത്താറിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നിലേക്ക് കൂടെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുത്താറിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കൈ ഉപയോഗിച്ച് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാനിവിടെ ഇഡ്ഡലിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ദോശയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് പോകണ്ട, അതുപോലെ തന്നെ കുറഞ്ഞു പോകണ്ടേ. ഈ ഒരു രൂപത്തിലായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് അടച്ചു വെച്ചിട്ട് രാവിലേക്കാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ തട്ട് വെക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 8-10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഡ്ഡലിയുടെ ഫൈനൽ ലുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി കൊണ്ടുള്ള ചട്നി കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.